ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഞാനും കിങ്ങിനി മോളും ഇപ്പോൾ ഇവിടെ ഉള്ളു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്ന് പറ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറുമ്പി പറയാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കുക, അവർ വരാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഒരു ക്ലാസ് ഉള്ളൊരു ദിവസം പിള്ളേർ വന്നു കഴിഞ്ഞുള്ള അവർ കിടക്കുന്നോളം വരെയുള്ള ചെറിയ കാര്യങ്ങളല്ല കേട്ടോ. 3 പേരും കൂടെ അവന്മാർ 2 പേരും പഠിക്കാനുണ്ട്. അവർക്ക് 2 പേർക്കും പഠിക്കാനുണ്ട്. പിന്നെ കിങ്ങിണി മോള് വൈകിട്ട് അവർ പഠിക്കുന്ന സമയമൊക്കെ ആയാലും അവൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പാടാട്ടോ. അവളോ ഭയങ്കര വഴക്കായിരിക്കും. നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അവർ വന്നില്ല, വരാറൊക്കെ ആവണേ ഉള്ളൂ, വരാറായിട്ടോ. ഓക്കെ, അപ്പോൾ വൈകിട്ടത്തേക്ക് പിള്ളേർ വരുമ്പോഴത്തേക്ക് പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശരിക്കും ഇത്തിരി കൂടുതൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ കാണിക്കണേ, അവള് പച്ചമാവ് പാലപ്പത്തിൻ്റെ ഇതിനൊരു മധുരമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരത്തെ പച്ചമാവ് എടുക്കുന്നു. അപ്പം ഞാൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറി മറ്റേ ഗ്രീൻ പീസാട്ടോ കറി വെച്ചേക്കണേ. പക്ഷെ അത് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. മുട്ട കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഉച്ചയ്ക്ക് അവർക്ക് ഇതിന് വേണ്ടി ടിഫിൻ്റെ കൂടെ ചോറിന് ഇതിനെ കാണിക്കുന്നത് ചോറിന് മുട്ടയായിരുന്നു കേട്ടോ കൊടുത്തു വിട്ടേ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ മുട്ട കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി. മുട്ടക്കറി ആയിരുന്നെങ്കിൽ ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് കൂട്ടി ചിലപ്പോൾ കണ്ണം കൂട്ടി, ചിലപ്പം പഞ്ചസാരയൊക്കെ ഇടുകയുള്ളൂ. കറി ഉണ്ടെങ്കിൽ ഒരു പഞ്ചസാര ഇട്ട് കഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ പാലപ്പം ആയതുകൊണ്ട് അതിനൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിലും കറിയൊന്നും ഇല്ലെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ കിങ്ങിണി മോൾ എന്നാ പണിയെന്ന് വെച്ചാൽ അവൾ അവിടെ ഒക്കെ തുടയ്ക്കും കേട്ടോ. ഞാൻ അവിടെ തുടയ്ക്കാനായിട്ട് ഇതൊക്കെ എടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് തുടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അപ്പോൾ പിന്നെ ഞാനിതങ്ങ് കൊടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ അവൾ തുടയ്ക്കുന്നത് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് അവിടെ തുടയ്ക്കുന്നതൊക്കെ അവിടെ ഞാൻ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റി അവക്കടെ കളിപ്പാട്ടൊക്കെ ഇരുന്ന ബോക്സ് കേട്ടോ, അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ അടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പണികളൊക്കെ, ഈ കളിപ്പാട്ടൊക്കെ എടുത്ത് കളിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ പണികളൊക്കെ ആട്ടോ അവൾക്ക് ഇഷ്ടം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണെങ്കിൽ വഴക്കുണ്ടാക്കാതെ, അല്ലെങ്കിൽ എപ്പോഴും വെറുതെ അവളൊരു വഴക്ക് പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരു ചെറിയ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കിടന്ന് കരയാൻ തുടങ്ങും. അതുകൊണ്ട് അതൊക്കെ മാറ്റി തുടച്ചിട്ട് സാധനം കളിപ്പാട്ടം അവിടെ തന്നെ എടുത്ത് വെച്ചിട്ട് അപ്പം ആ സമയത്ത് ഒരാൾ ഇവിടെ ഇരുന്ന് നല്ല പണിയാണ്, ഇവിടെ ഇരിക്കത്തുള്ളൂ. നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാനായിട്ട് ലാസ്റ്റ് അന്നേരം ഒരിത്തിരി തേങ്ങാപ്പാൽ, നമ്മളിതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുമല്ലോ. അപ്പോൾ ആ തേങ്ങാപ്പാൽ ആദ്യത്തെ നല്ല തേങ്ങാപ്പാൽ ഞാൻ ഇത്തിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കണേ ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടി ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഈ പഞ്ചസാര ഒരിത്തിരിയും കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അരച്ച സമയത്ത് ഒരിത്തിരി ചേർത്തായിരുന്നു. പിന്നെ ഈ തേങ്ങയുടെയൊക്കെ ഒരു ഇത് കണ്ടു ഞാനിത് ചുറ്റി
അപ്പോൾ ആദ്യത്തെ ഒരപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഈ കിങ്ങിണി മോള് കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല, അവൾ ഒരിടത്ത് ഇരിക്കത്തും ഇല്ല, ഒന്നുമില്ല. അപ്പം ഭയങ്കര പാടാട്ടോ. അപ്പോൾ ആദ്യത്തേത് അവളെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാലപ്പൊഴിച്ച് കഴിഞ്ഞ് ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണമല്ലോ, അങ്ങനെ എടുക്കാനായിട്ട് അവൾ ഒരു കയ്യിലിരിക്കണം, പിന്നെ ഞാൻ ഫോൺ പിടിക്കണം. അപ്പോൾ അത് ഭയങ്കര പാടാട്ടോ. അങ്ങനെ ആയതുകൊണ്ടാണ് ശരിക്കും ആദ്യത്തെ നല്ല ഇതായിട്ട് കിട്ടിയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇങ്ങോട്ടാക്കുന്നത്. ഇപ്പോൾ കിങ്ങിണി മോൾ എൻ്റെ ഒരു കയ്യിലിരിക്കുന്നുണ്ട്, ഒരു കൈ കൊണ്ട് ഞാൻ അപ്പം ഒഴിക്കുന്നുണ്ട്. ആ കിങ്ങിണി മോളെ പിടിച്ചേക്കുന്ന കൈ കൊണ്ട് ക്യാമറയും പിടിച്ചേക്കുന്നത്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഈ അപ്പം ചുറ്റിച്ചെടുക്കണം. രണ്ട് കൈയും കൂടെ കൂട്ടുകയാണെങ്കിൽ നന്നായിട്ടത് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ കിങ്ങിണി മോള് കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല, അവൾ പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതേ അപ്പൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് കുഞ്ഞും കണ്ണനും കൂടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പതിയെ ആടിപ്പാടി വരുന്നുണ്ട് കേട്ടോ. കണ്ണനെ ഞാൻ ഇതൊക്കെ ഷർട്ടൊക്കെ ഉള്ളിലിട്ട് വിട്ടത്, അതേ ഷർട്ടൊക്കെ പുറത്ത് ബെൽറ്റ് ഉണ്ടോ, ബെൽറ്റ് ചിലപ്പം ബാഗിലായിരിക്കും. മിക്ക ദിവസങ്ങളിലും ബെൽറ്റ് ബാഗിലായിരിക്കും കേട്ടോ. അതുപോലെ കുഞ്ഞുവിൻ്റെ അവന് ടാഗ് കിട്ടിയിട്ടില്ല, കുഞ്ഞുവിൻ്റെ ടാഗൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ നിന്ന് എടുത്ത് അവനിട്ടിട്ട് പോരും കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വരുമ്പോൾ പോകുമ്പോൾ ഇടില്ല, ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ സ്കൂൾ ബസ്സിൽ തന്നെ വെച്ച് കുഞ്ഞുവിൻ്റെ ടാഗൊക്കെ എടുത്ത് പുള്ളി കഴുത്തിലിട്ടുണ്ടെങ്കിൽ പോരും. അപ്പം കുഞ്ഞുവിന് എക്സാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എക്സാം എളുപ്പമായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പം അവളിങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞുവിനെ ഞാൻ ക്യാമറ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ വെറുതെ കൈ പിടിച്ചേക്കുന്ന രീതിയിൽ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ മോളെ കയ്യിലെടുത്തേക്കുമ്പോൾ ഫോണും കൂടെ കൂട്ടി പിടിച്ചേക്കുന്ന രീതിയിൽ പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കണ്ടപ്പം പെട്ടെന്ന് അവൾക്ക് നാണം വന്നു. അപ്പോൾ കുഞ്ഞു വന്നു, കുഞ്ഞുവിനെ ഡ്രസ്സൊക്കെ മാറിച്ചു, അവൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. കുഞ്ഞു അങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ വരുന്നത് രണ്ടുപേരും മാറും. പിന്നെ അന്ന് സാധാരണ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് ചെയ്യാറ്. കണ്ണൻ പക്ഷേ വന്നപ്പോൾ അവൻ അപ്പം വേണ്ടാന്ന് പറഞ്ഞു. വന്നത് തന്നെ അവരൊരു ഏത്തപ്പഴം എടുത്ത് കഴിച്ചു കേട്ടോ. ചിലപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പം, എനിക്കൊന്ന് 12 ആ സമയത്ത് എന്തോ കണ്ണനെയൊക്കെ നേരത്തെ UKG ഉള്ള കുട്ടികളെയൊക്കെ നേരത്തെ കഴിപ്പിക്കും. അപ്പോൾ ആ സമയം കഴിഞ്ഞ് 12:30 കഴിച്ചതിന് ശേഷം ഈ 5 മണി വരെ ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും വിശന്നായിരിക്കും വരുന്നത്. അപ്പോൾ അവൻ വന്നത് തന്നെ ഇതെടുത്ത് കഴിച്ചു. അപ്പോൾ വേണ്ട അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴം എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് അപ്പം വേണ്ടായിരുന്നു. പിന്നെ അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളും. അപ്പം വന്നപ്പം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ടിഫിൻ ബോക്സ് ചില ദിവസം കുഞ്ഞു എടുത്ത് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ എടുത്ത് കഴുകാനായിട്ട് എല്ലാം എടുക്കും കേട്ടോ. കിങ്ങിണി മോളും അപ്പം ചുട്ട സമയത്ത് ഒരപ്പത്തിന് പകുതിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ കയറി ഇരുന്ന് കഴിക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഴയ പുസ്തകമൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. വെള്ളം രണ്ടുപേരും കുടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ല വേനലാണെങ്കിലും നല്ല ആ ചൂടുള്ള സമയത്തും ഇവർ വെള്ളം തിരിച്ചു കൊണ്ടുവരുന്നു കേട്ടോ. കുഞ്ഞുവിൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ. ഒന്ന് ഹിന്ദിയുടെ എക്സാം ആയിരുന്നു, ഫസ്റ്റ് മിഡ് ടേം എക്സാം. അപ്പോൾ അവളോട് എളുപ്പമായിരുന്നോ എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എളുപ്പമൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് വന്ന 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 6 ക്വസ്റ്റ്യനും അവൾ എഴുതിയേക്കുന്ന എല്ലാ ആൻസർ പറഞ്ഞു, എല്ലാം ശരിയാണ്. എന്നിട്ടാണ് പറയുക അപ്പോൾ ഫുള്ള് കിട്ടില്ല എന്ന് ഞാൻ പറയാം. ഫുള്ള് കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. ഏതാണ്ടൊക്കെ എന്തോ പോലെ തോന്നണം. ഏതാണ്ടൊക്കെ എന്തോ പോലെ എന്നാന്ന് ചോദിച്ചപ്പോൾ ചില ഈ മീനിങ് ഒക്കെ എഴുതാൻ പറഞ്ഞതിൽ ചിലപ്പം വല്ല സ്പെല്ലിങ് മിസ്റ്റേക്കും ഉണ്ടോയെന്ന്. അപ്പോൾ ഓരോന്നും ഞാൻ അവളോട് ഓരോന്നിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. ഇത് സ്പെല്ലിങ് ശരിയാണോ എന്നറിയാൻ. അപ്പം ചിലതൊക്കെ സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെയും സിയും ഒക്കെ വരേണ്ടടുത്ത് സി വരേണ്ടടുത്ത് കെ, കെ വരേണ്ടടുത്ത് സി, അങ്ങനെയൊക്കെ തെറ്റിപ്പോകും കേട്ടോ. ഐ വരേണ്ടടുത്ത് ഇ, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ചില ഒത്തിരി ഒന്നുമില്ല, എന്നാൽ ചിലതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്പെല്ലിങ്ങിനും മാർക്ക് കുറയ്ക്കുമായിരിക്കും, അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സാധാരണ ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടിഫിൻ ബോക്സും അത് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സും ഒക്കെ കഴുകുക ചെയ്യാറ്. അപ്പോൾ ഞാൻ അവരുടെ ഇതൊക്കെ ചുറ്റുപാത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് തുറന്ന് നോക്കുമായിരുന്നു. അന്നേരം കുഞ്ഞു എല്ലാ ദിവസം വൃത്തിയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇന്ന് ആ പാത്രം അവൾ കഴുകാതെ വന്നപ്പോൾ ഞാൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞു അവക്കടെ
ഇന്ന് ഞാൻ രാവിലെ കൊടുത്തു വിട്ടപ്പം കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കണ്ണൻ്റെ പാത്രം കുഞ്ഞുവിനും കുഞ്ഞുവിൻ്റെ പാത്രം കണ്ണനും ആയിരിക്കും കേട്ടോ കൊടുത്തു വിട്ടത്. അപ്പോൾ കുഞ്ഞു അതിനെക്കുറിച്ചൊക്കെ എന്നോട് പറയായിരുന്നു, അമ്മ എന്നാ മണ്ടത്തരം കാണിച്ച് എനിക്ക് പാത്രം മാറി തന്നോട്ടെ എന്നൊക്കെ പറയായിരുന്നു. അപ്പം പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ യൂണിഫോം ഒക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. ഞാൻ ഈ തുണി അലക്കുന്നതിൻ്റെയൊക്കെ ഞാൻ പറയാതെ തന്നെ കുഞ്ഞു വന്ന് വീഡിയോ എടുക്കണേ കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, അത് കഴിഞ്ഞ് നോക്കിയപ്പം എന്നെ ഷൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പം പുള്ളി വന്ന് ഇന്ന് വീഡിയോ എടുക്കും കേട്ടോ. ഞാൻ അതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സാധാരണ വന്ന് അവരെല്ലാം അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പണിക്ക് വേണ്ടി പാത്രം കഴുകാനും അവർ തുണിയൊക്കെ നിലക്കിടാനൊക്കെ പോകുന്ന സമയത്ത് 3 പേരും കൂടെ കളിക്കാൻ ഇറങ്ങും. ഒരു 6 മണി ഒക്കെ വരെ പിന്നെ അവരെ കളിയാട്ടോ. 3 പേരും കൂടി ഇങ്ങനെ നടന്ന് കളിക്കും. കണ്ണം വരുന്നത് അവൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ സൈക്കിളിലോട്ട് കയറും, സൈക്കിളും ഇരിക്കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ കുഞ്ഞും കണ്ണനും കിങ്ങിണിമോളും കൂടെ ഇങ്ങനെ ചുറ്റി നടന്നപ്പം ആ സൈഡിലായിട്ട് ഒരു തേനീച്ചയുടെ കൂട് കണ്ടു, കുഞ്ഞി തേനീച്ച കേട്ടോ. അപ്പോൾ അത് ഈ പെരത്തറയുടെ സൈഡിലോട്ട് എന്തോ ചെറിയ തുളയുണ്ട്, അതിൻ്റെ അകത്തുകൂടെ ഇത് ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോൾ 3 പേർക്കും ഒരു പണിയായി. തേനീച്ചയുടെ അടുത്ത് പോയി കേട്ടോ. അപ്പോൾ തേനീച്ച ചെവി കയറി ഓടിക്കോളാൻ പറഞ്ഞ് ഞാൻ 3 പേരെയും ഓടിച്ചു വിട്ടതാട്ടോ. അപ്പോൾ തുണിയെല്ലാം ഇങ്ങനെ ഉണങ്ങാനായിട്ടിട്ടൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് തുണിയെല്ലാം ഒന്നും ഉണങ്ങി കിട്ടില്ല. കിങ്ങിണി മോള് ഇവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ പകൽ മുഴുവൻ ഞാനും അവളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് അവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് ചാടിത്തുള്ളി നടക്കും കേട്ടോ. കണ്ണനും കിങ്ങിണി മോളും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ കുഞ്ഞുമുണ്ട്. കുഞ്ഞു വേറെ എന്തൊക്കെയോ പണികളും കളികളും ഒക്കെ ആയിട്ട് അവളും അതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. എഴുതാവോ? ഫിഷ് എഴുതിക്ക്. പിന്നെ മിഷലിലേക്കണം. അടുത്തെഴുതിക്ക്. മിൽക്ക് പറയ. ഇക്ക കൈ തൊട്ട് പെഗ്ഗോ? പെഗ്ഗെന്ന് എവിടെ എഴുതിയേക്കുന്നത്? ഇത് പി ആണോ? ഇത് പി ആണിത്? അതേതാ അക്ഷരം? പെഗ് എന്ന് പറയണെങ്കിൽ ഇവിടെ പി വേണ്ടേ? ഇവിടെ എന്നാ എഴുതിയേക്കുന്നേ? ഇത് എന്നാ എഴുതിയേക്കുന്നേ? കെഗ്. വാനല്ല, വെറ്റ്.
Reason. The ആ pig. ആ The ആ moon. ആ സെൽ Fell. ആ The ആ bell. ആ കണ്ണം പഠിച്ചു കഴിഞ്ഞു. കണ്ണൻ്റെ എല്ലാം കഴിഞ്ഞു. എല്ലാം കുഞ്ഞേച്ചി അവിടെ ഇന്ന് നിൽക്കുക. കുഞ്ഞേച്ചിക്ക് എക്സാം. കുഞ്ഞേച്ചി ശരിക്കും പഠിക്കട്ടെ. ഹെൽത്തി ഫുഡ് ഏതൊക്കെയായിരുന്നു? ഫിഷ്, മിൽക്ക്, ആ നീ എഴുന്നേറ്റ് അവിടെ പോയി കളിച്ചു. പൊക്കോ പൊക്കോ, നിന്റെ ഓട്ട കഴിഞ്ഞു. പൊക്കോ, നീ ശല്യപ്പെടുത്താതിരിക്കണ്ട. ഇതുകൊണ്ട് ബാഗ് വെച്ചേ. കൊച്ചിന് ബാഗ് വെച്ചാൽ ഇതേ സ്ലേറ്റും പെൻസിലും വെച്ചേ. അപ്പം 6:30 മുതൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞും കണ്ണനും പഠിക്കാനിരിക്കും കേട്ടോ. കണ്ണനൊരു 7:30 ആകുമ്പോഴത്തേക്ക്, 7:30 കൂടിപ്പോയാൽ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് ഉറക്കം വരും. അപ്പോൾ അവന് അതിന് മുമ്പ് പഠിച്ച് കഴിയും കേട്ടോ. അവനും എല്ലാ ദിവസവും ഒന്നും ഒരുപാട് പഠിക്കാനില്ല, പക്ഷേ എഴുതാനൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ കേട്ടോ. ഒത്തിരി ഒന്നും അവനങ്ങനെ ഹോംവർക്ക് കൊടുത്തു വിടുന്നില്ല. അവരവിടെ ടെക്സ്റ്റൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ടെക്സ്റ്റൊക്കെ കൊടുത്തു വിടുകയുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ കൊടുത്തു വിടും കേട്ടോ. പിന്നെ കുഞ്ഞൂന് എന്നും ഒരുപാട് കാണും കേട്ടോ. പിന്നെ ഇന്നിപ്പം ഞാൻ എക്സാം ആയതുകൊണ്ട് എക്സാമിൻ്റെ മാത്രം ഇതൊക്കെ മാത്രമേ പഠിക്കുന്നുള്ളൂ. എക്സാമിൻ്റെ എന്ന് വെച്ചാൽ ഈ കുഞ്ഞൂന് അവന് പഠിക്കുന്ന സമയത്ത് അവൾക്കിരുന്ന് അങ്ങനെ അവളുടെ അടുത്തിരുന്ന് ശ്രദ്ധിച്ച് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണി മോള്, ഞാനെല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണി മോള് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് മാറിപ്പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് പഠിക്കാനായിട്ട് ഒത്തിരി സമയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അവൾ ഇടയ്ക്ക് 6:30 അവൾ പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നാമമൊക്കെ ചൊല്ലാനായിട്ട് എഴുന്നേറ്റ് പോകും. അത് കഴിയുമ്പം വിളക്ക് വെച്ച് കഴിയുമ്പോൾ നാമം ചൊല്ലി കഴിയുമ്പം പിന്നെ അവൾ വീണ്ടും വന്ന് പഠിക്കാനിരിക്കും. ആ സമയത്തായിരിക്കും കണ്ണനെ പഠിക്കണേ. കണ്ണൻ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കിങ്ങിണി മോളുടെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ അവളുടെ പഠിത്തത്തിൽ ഒരു ഓർഡറായിട്ട് അവളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ആവണമെങ്കിൽ കിങ്ങിണി മോളും ഉറങ്ങണം, കണ്ണനും ഉറങ്ങണം. ചില ദിവസം കിങ്ങിണി മോൾ നേരത്തെ ഉറങ്ങും, കണ്ണനും ആ സമയത്ത് അങ്ങ് ഉറങ്ങും. പക്ഷേ കിങ്ങിണി മോൾ ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പാടാട്ടോ. ഇന്ന് എന്നാന്നറിയത്തില്ല, കിങ്ങിണി മോൾ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വന്നിങ്ങനെ ഈ കസേരയിൽ വന്ന് അടുത്ത് തന്നെ ഇരിക്കുക. അങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാടാട്ടോ. അവൾ കുഞ്ഞുവിനൊട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റിവിഷൻ്റെ ഒക്കെ സമയത്ത് കുഞ്ഞു അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഫസ്റ്റ് മിഡ് ടൈം ആയതുകൊണ്ട് ഒത്തിരി ഒന്നും ഇല്ല പഠിക്കാനായിട്ട്. 2 ലെസൺ വെച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കണ്ണൻ ഉറങ്ങിയിട്ടില്ല, കണ്ണൻ പഠിച്ചു കഴിഞ്ഞു. കണ്ണനിപ്പം വഴക്കായിട്ട് വരുക കേട്ടോ. ഓരോന്നോരോന്നോരോന്നും ഇങ്ങനെ പറഞ്ഞു വരുക. അങ്ങോട്ട് പോവുക, അവനങ്ങോട്ട് കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ പോവില്ല, അവനിങ്ങനെ നിൽക്കുക. അപ്പോൾ അവനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറിപ്പോവും. അവളും കുഞ്ഞല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് പക്ഷേ ഒത്തിരി അങ്ങ് വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു. ബഹളമൊന്നും ഇല്ലാണ്ട് അങ്ങ് പോയി. അപ്പോൾ ഇനി 2-3 പേർക്കും കൂടെ ഞാൻ ചോറൊക്കെ കൊടുക്കും. 3 ചോറൊക്കെ കൊണ്ട് കഴിയുമ്പോൾ 3 പേരും കൂടെ, 3 പേരും കിടക്കില്ല. കുഞ്ഞിന് കണ്ണനും ഉറങ്ങും. കുഞ്ഞുവിന് പിന്നെ അത് കഴിഞ്ഞാണ് കുഞ്ഞുവിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ശരിക്കും വരുന്നത്. അതുകൊണ്ട് അവൾ കിടക്കുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആകുന്നു. അതുകൊണ്ടാട്ടോ. അവൾ ആ കറക്റ്റ് സമയത്ത് ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. അത് അവന് എന്നു വെച്ചാൽ അവൻ്റെ കൂടെ ഞാനവിടെ പോയി ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് വഴക്കൂടി കരയണേ കേട്ടോ. അപ്പം ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു അതിലൊക്കെ ഓരോ അതൊക്കെ കാണിക്കണേ. അപ്പം ഞാൻ എന്നാലും അവന് ചോറ് കൊടുത്ത് ഉറക്കാൻ നോക്കി ചോറൊക്കെ എടുക്കാനായിട്ട് പോയിട്ടോ. ബാ അപ്പോൾ വീട്ടിലുള്ള സമയത്ത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വീട്ടിൽ ഉള്ള സമയത്തെല്ലാം ഞാൻ ഇവർക്ക് വാരി കൊടുക്കും കേട്ടോ. അല്ലാതെ വാരിയൊക്കെ കൊണ്ടുപോകും. കണ്ണനാണേലും ചോറ് സ്കൂളിൽ കൊടുത്തു വിട്ടാൽ ഒട്ടും കളയാതെ വാരി കൊണ്ടിട്ട് പോരും കേട്ടോ. ചോറ് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൻ കിടന്നുറങ്ങിയായിരുന്നു. കിങ്ങിണി മോൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ സമയം
9:15 ആവാറായി കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ പഠിത്തം അവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കാനുള്ളതൊക്കെ എടുത്ത് കൊടുത്തിട്ട് കിങ്ങിണി മോളെ ഇനി ഉറക്കാൻ പോവാം കേട്ടോ. 9:10 9:05 സമയം. അപ്പോൾ കിങ്ങിണി മോളെ ഉറക്കി കഴിയുമ്പോഴത്തെ ഇനി കുഞ്ഞുവിനെ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ കിങ്ങിണി മോളെ ഉറക്കി കുഞ്ഞുവിനെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തു. അവൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു, അതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിന് അങ്ങനെ ഒത്തിരി നേരം ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. രാവിലെ അപ്പം എണീക്കാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ 10:30 ആവാൻ പോവുക കേട്ടോ. അത്രയും സമയം അവൾ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു എന്നല്ല, പക്ഷേ അവൾക്കങ്ങനെ ഒരു ഓർഡറിലിരുന്ന് ഇത്ര സമയത്ത് ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ എനിക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ അവൾക്ക് ഇതുപോലെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം കുഞ്ഞു പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ അവളങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുന്നില്ലാത്തതുകൊണ്ട് അവൾക്ക് വലിയൊരു മടുപ്പൊന്നുമില്ല. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവൻ പഠിക്കുന്ന സമയത്ത് പിന്നെ അവളെ കിങ്ങിണി മോളെ ഉറക്കാൻ പോകുമ്പം കണ്ണവൻ ഉറങ്ങാൻ പോകുമ്പം ആ സമയത്തൊക്കെ അവൾക്ക് റെസ്റ്റ് ആട്ടോ. അവൾ എഴുന്നേറ്റ് നടക്കും, വേറെ പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പം ഇനി ഞാനും കുഞ്ഞും ഉറങ്ങാൻ പോകാട്ടോ. ഉറങ്ങുന്നതിന് മുമ്പ് അവൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത്, ഞാൻ ബാഗിലെടുത്ത് വെപ്പിക്കാറില്ല, എല്ലാം അടുക്കി ടൈം ടേബിളൊക്കെ നോക്കി അവളിങ്ങനെ മേശയിൽ വെക്കും. അത് കഴിഞ്ഞ് രാവിലെ ഞാനാട്ടോ ബാഗിലെല്ലാം എടുത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാഗിൽ വേറെ എക്സ്ട്രാ വന്നല്ലേ, ചിലപ്പം ഇത്തിരി കളറിൻ്റെ സ്കെച്ച് പേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ പേനയൊക്കെ എടുത്തുകൊണ്ട്, പേന വെച്ചൊന്നും ഇപ്പോൾ അവർക്ക് എഴുതത്തില്ല, പെൻസിൽ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് പാക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ പാക്ക് ചെയ്യുള്ളൂ. ബാഗ് ഇതൊക്കെ അടുക്കി എടുത്ത് വെച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ചേമ്പി കെട്ടി. അപ്പോൾ 10:30 വരെയൊന്നും എല്ലാ ദിവസവും ഒന്നും ഇരിക്കാറില്ല. ചിലപ്പം 9:30 9:45 ആകുമ്പോൾ ഉറങ്ങും, ചിലപ്പം 10 മണിയാകുമ്പോൾ ഉറങ്ങും, അങ്ങനെയൊക്കെ ഉറങ്ങും. പിന്നെ വെള്ളിയാഴ്ച വന്നിട്ട് അങ്ങനെ ഒന്നും പഠിക്കില്ല കേട്ടോ. വെള്ളിയാഴ്ച ഈവനിങ് വന്നു കഴിഞ്ഞാൽ പുസ്തകം എടുത്ത് തുറന്ന് നോക്കത്തേയില്ല. ശനിയാഴ്ച പിന്നെ പകൽ ഇരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. കുഞ്ഞുവിനെന്നാലും ഇത്രയും സമയമായാലും കുഞ്ഞുവിന് ഉറക്കം വരത്തില്ല. ഇനി കയറി അവളെ ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ പിടച്ച് കിടക്കുക. അവൾക്ക് ഉറക്കം ഇതാവില്ല കേട്ടോ. എന്നാലേ രാത്രി 1 മണി വരെയൊക്കെ ഉറങ്ങാതെ അവളിരിക്കും. അവൾ കുഞ്ഞായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു, തീരെ ചെറുപ്പത്തിലേ അതായിരുന്നു, തീരെ കുഞ്ഞായിരുന്നപ്പോഴും അതായിരുന്നു. അവൾ അങ്ങനെ ഉറങ്ങത്തില്ലായിരുന്നു കേട്ടോ. അവൾക്ക് എന്തേലും നേരം വേണമെങ്കിൽ ഉറങ്ങാതിരിക്കും, പക്ഷേ നേരം വെളുത്ത് കഴിയുമ്പം അതിനും കൂടെ കിടന്നുറങ്ങും. ഒരു 10 മണി വരെയും കിടന്നുറങ്ങും വേണമെങ്കിൽ. പഠിത്തമൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങും. പഠിത്തമുള്ള ദിവസമാണെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോൾ എണീക്കണം കേട്ടോ. അപ്പോൾ തലയിൽ കുത്തുന്ന സാധനം ഞാൻ മാറ്റിയായിരുന്നു വെച്ചിരുന്നത്, അതെടുക്കാൻ അവളെ പുറകോട്ട് പിടിച്ചുകൊണ്ട് പോയതാട്ടോ. ഈ ബൂച്ചെടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അപ്പോൾ രാവിലെ 7 മണിക്ക് ഇവർക്ക് എണീക്കണം. 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയായി എല്ലാം കഴിഞ്ഞ് പോകണം കേട്ടോ. ബസ്സിൽ 8:45 ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരുന്നത്. പക്ഷേ 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, 8:15 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. പക്ഷേ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ ഇവിടുന്ന് പോകും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പതിയൊക്കെ അല്ലേ നടന്നു പോകുള്ളൂ. അതുകൊണ്ട് താമസിച്ചാലോ എന്ന് ഓർത്തുകൊണ്ട് ഇത്തിരി നേരത്തെ തന്നെ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. 7 മണിയാകുമ്പോഴും 2 പേരും എണീക്കുള്ളൂ കേട്ടോ. അത് കുറേ വിളിച്ച് മടുത്ത് കഴിയുമ്പോൾ എണീക്കുള്ളൂ. അപ്പോൾ കുഞ്ഞു ഞാനും ഉറങ്ങാൻ പോവാം കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞു അവിടുന്ന് ആക്ഷൻ കാണിക്കും, ഞാനിവിടെ നിന്ന് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്ന അവളവിടെ കാണിക്കുന്ന കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ. കിടക്കുന്നോളം വരെ ഇങ്ങനെയൊന്നുമല്ല, ഇത് എല്ലാം ഒന്നും ആയില്ല, പക്ഷെ കുറേയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും നമുക്ക് കിങ്ങിണി മോളിലോ ഇടയ്ക്ക് കരച്ചിൽ വന്നു, കണ്ണനും കരച്ചിൽ വന്നു, അങ്ങനെ ഇടയ്ക്ക് വഴക്കും കരച്ചിലും ബഹളമൊക്കെ വന്നായിരുന്നു. അതൊക്കെ എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, അപ്പം ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ. അപ്പം കുഞ്ഞും കണ്ണനും കിങ്ങിണിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുഞ്ഞു കയറി കിടന്നു. അപ്പം ഞങ്ങൾ കുഞ്ഞു കിടന്നപ്പോഴത്തേക്ക് കണ്ണൻ കെട്ടിപ്പിടിക്കാനായിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.